നമ്മുടെ സെക്ഷനിലേക്ക് പോകാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എസ് സി ആറിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും എസ് സി ആറിന്റെ ഇക്വേഷൻസ് ഒക്കെ ആയിരുന്നു. എങ്ങനെയാണ് അതിന്റെ ഫയറിംഗ് സർക്യൂട്ട്സിന്റെ ഇക്വേഷൻസ് എങ്ങനെയാണ് വരുന്നത്, നമ്മൾ ഫയറിംഗ് സർക്യൂട്ട്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ ഡി ഐ ബൈ ഡി ടി പ്രൊട്ടക്ഷൻ, ഡി വി ബൈ ഡി ടി പ്രൊട്ടക്ഷൻ, അതുവരെയായിരുന്നു നമ്മൾ ചെയ്തത്. അതിന്റെ ഒരു പ്രോബ്ലം കൂടെ ചെയ്തായിരുന്നു നമ്മൾ നിർത്തിയത്. ഓക്കെ, നമുക്ക് ഏകദേശം തൈറസിന്റെ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി ആ തൈറസിനകത്തുനിന്ന് ചോദിക്കുന്ന പോലത്തെ, അതായത് പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ബാക്കി ഒരു 10 years നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനാണ് അതിനകത്ത് ചോദിച്ചത്. ഇനി അഡീഷണൽ ആയിട്ട് നമുക്ക് അതിനകത്തുനിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് അത് ഇപ്പൊ റെക്ടിഫയറിലൊക്കെ വർക്ക് ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണ്, അപ്പൊ അത് റെക്ടിഫയറിന്റെ ഇക്വേഷൻസിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കൺവേർട്ടർ സെക്ഷൻ വരുമ്പോൾ അതുപോലെയുള്ള പ്രോബ്ലംസ് ചെയ്യാം. നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് ഡിവൈസസ് ആണ്, എസ് സി ആറും തൈറസ്, തൈറസ്, പിന്നെ അത് കൂടാതെ കുറച്ച് പവർ ഇലക്ട്രോണിക് ഡിവൈസ് അല്ലെങ്കിൽ സ്വിച്ചസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കത് ഓരോന്നും നോക്കാം. അതിനകത്തുനിന്ന് നോർമലി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം കേട്ടോ. ഓക്കെ, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? സ്ക്രീൻ Yes, കാണാൻ yes. പറ്റുന്നുണ്ടോ? ഓക്കെ, Yes, ma'am. ഇത് നോക്കാൻ പോകുന്ന ഡിവൈസ് മോസ്ഫെറ്റ് ആണ്. നിങ്ങളുടെ സിലബസിൽ മോസ്ഫെറ്റ് എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ഐ ജി ബി ടിയും അങ്ങനെയുള്ള ഡിവൈസസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഐ ജി ബി ടി എന്ന് പറയുന്ന മോസ്ഫെറ്റിന്റെയും ബി ജെ ടിയുടെയും കൂടെ ഒരു എന്താ പറയാ, അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഡിവൈസ് ആണ്. അതുകൊണ്ട് മോസ്ഫെറ്റിന്റെ കാര്യങ്ങൾ പറയുന്നതിന് മോസ്ഫെറ്റ് പറഞ്ഞിട്ടില്ലെങ്കിലും ഇതേ സിലബസ് തന്നെ വന്നിട്ട് മോസ്ഫെറ്റിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് വേറെ 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ അതുകൊണ്ട് നമുക്ക് മോസ്ഫെറ്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. നിങ്ങൾ ജസ്റ്റ് സ്ലൈഡിൽ കാണുന്ന പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. തിയറി ആയിട്ട് വേണ്ടുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ മതി. അറിയാമെങ്കിലും ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യണമെങ്കിൽ പരീക്ഷയ്ക്ക് പെട്ടെന്ന് നോക്കാൻ എളുപ്പമാണ്. അപ്പം മോസ്ഫെറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ്സ് എ 3 terminal device and it has drain, source and gate. അതിന്റെ ടെർമിനൽസ് ഡ്രെയിൻ, സോഴ്സ്, ഗേറ്റ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ഇസ് എൻ വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ്. ഇപ്പൊ നമ്മൾ ഈ പല ഡിവൈസസ് പഠിക്കുമ്പോൾ കറണ്ട് കൺട്രോളിലാണോ വോൾട്ടേജ് കൺട്രോളിലാണോ, അത് അങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാറുണ്ട്. അപ്പം മോസ്ഫെറ്റ് എന്ന് പറയുന്നത് വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാൻ മാർക്കറ്റ് നിങ്ങൾ എങ്ങനെയാണോ ഒന്ന് മറ്റുള്ളതിൽ നിന്നും സ്പെഷ്യൽ ആക്കി വെക്കുക കേട്ടോ, വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓപ്പറേഷൻ ഡിപ്പെൻഡ്സ് ഓൺ മജോറിറ്റി കാരിയേഴ്സ് ഉള്ളി. അതുകൊണ്ട് നമ്മൾ അതിനെ യൂണിപോളാർ ഡിവൈസ് എന്ന് പറഞ്ഞിട്ട്, യൂണിപോളാർ ഡിവൈസ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് യൂണിപോളാർ ഡിവൈസ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മോസ്ഫെറ്റ് ഈസ് എ യൂണിപോളാർ ഡിവൈസ് and its operation depends on majority carriers. And MOSFET is mainly used for amplifying and switching electronic signals. Amplifier ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്, സ്വിച്ച് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ പവർ ഇലക്ട്രോണിക്സിൽ മോസ്ഫെറ്റിന്റെ യൂസ് എന്ന് പറയുന്നത് എന്താണ്, സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. ഇപ്പൊ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ അതിന് സാധാരണ ഇപ്പൊ ബി ജെ ടി അല്ലെങ്കിൽ നമ്മൾ തൈറസ് എസ് സി ആർ പഠിച്ചതിനേക്കാളും എന്ത് അഡ്വാൻറ്റേജ് ആണ് മോസ്ഫെറ്റിന് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്വിച്ചിങ് സ്പീഡ് ഭയങ്കര ഹൈ ആണ്. നമുക്ക് പെട്ടെന്ന് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും. ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഐഡിയൽ സ്വിച്ച്, പ്രാക്ടിക്കൽ സ്വിച്ച്, ഫസ്റ്റ് പവർ ഇലക്ട്രോണിക്സിനുള്ള. അപ്പോൾ നമ്മളൊരു ഒരു ഐഡിയൽ സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ടേൺ ഓൺ ടൈം ഏറ്റവും മിനിമം ആയിരിക്കണം. അപ്പം ഇവിടെ മോസ്ഫെറ്റിന്റെ കേസിൽ അതിന്റെ ടൈമിങ് വളരെ കുറവാണ്, അല്ലെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി എങ്ങനെയായിരിക്കും, കൂടുതലായിരിക്കും. ടൈം പീരീഡും ഫ്രീക്വൻസി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, സ്വിച്ചിങ് സ്പീഡ് കൂടുതലായിരിക്കും, ടൈം കുറവായിരിക്കും, അതിന്റെ ഫ്രീക്വൻസി കൂടുതലായിരിക്കും. ഇപ്പൊ സ്വിച്ചിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഹൈ സ്വിച്ചിങ് ഫ്രീക്വൻസിയാണ്. അതിന്റെ ഫ്രീക്വൻസിയുടെ റേഞ്ച് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് മെഗാഹെർട്സ് റേഞ്ച് ആയിരിക്കും. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യാം, മെഗാഹെർട്സ് റേഞ്ച്, അതുപോലെ തന്നെ ഫാസ്റ്റ് സ്വിച്ചിങ് സ്പീഡ്. ഓക്കെ, ഇനി നമ്മൾ മോസ്ഫെറ്റ് ആണ് നമ്മൾ ഡിജിറ്റൽ സിഗ്നൽസ് പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ള സിസ്റ്റത്തിനകത്തൊക്കെ യൂസ് ചെയ്യുക. അപ്പൊ നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന പവർ ഇലക്ട്രോണിക്സ് സ്വിച്ചസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പോയിന്റിൽ ഡിജിറ്റൽ സിഗ്നൽസിനെ വെച്ചിട്ടാണ്, അതായത് സീറോസ് ആൻഡ് വൺസ് വെച്ചിട്ടാണ് നമ്മൾ സിഗ്നൽ പ്രോസസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നതായിരിക്കും മോസ്ഫെറ്റ് ആയിരിക്കും. ഈ മോസ്ഫെറ്റിന്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് എടുത്തു കളഞ്ഞിട്ട് നമ്മളിപ്പോൾ വീണ്ടും പുതിയ ഡിവൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് ഐ ജി ബി ടി. ഇപ്പം മോസ്ഫെറ്റിനേക്കാളും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ ജി ബി ടി ആണ്. ഐ ജി ബി ടി എന്ന് പറഞ്ഞാൽ മോസ്ഫെറ്റിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബി ജെ ടിയുടെ പോസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. ഓക്കെ, so the MOSFET has faster switching speed. Okay, ഇനി
മോസ്ഫെറ്റ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യാനുള്ള അഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇറ്റ് സ്മോളർ സൈസ്. അത് നമുക്ക് നാനോ ടെക്നോളജീസ് അല്ലെങ്കിൽ പുതിയ പുതിയ ഇലക്ട്രോണിക്സിന്റെ ഡെവലപ്മെന്റ് അനുസരിച്ച് അത് നമ്മുടെ സൈസ് വളരെ മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നമുക്ക് പവർട്രോണിക് കൺവേർട്ടേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള റെഗുലേറ്റേഴ്സ്. ഫാനിന്റെ റെഗുലേറ്റർ ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ല, വലിയ റെഗുലേറ്റർ അന്ന് ഒരു 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 5 years മുന്നേ വരെ വലിയൊരു റെഗുലേറ്റർ ആയിരുന്നു. ഇപ്പം വന്നിട്ട് നമുക്ക് ഏറ്റവും മൈന്യൂട്ട് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ ഒരു കുപ്പിയുടെ അടപ്പിന്റെ സൈസിലുള്ള റെഗുലേറ്റർ നമുക്ക് അവൈലബിൾ ആണ്. എന്തുകൊണ്ടാണ് അത്ര റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസ്? കുപ്പിയുടെ അടപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ പുറത്തെ പോർഷൻ ആണ് കേട്ടോ, ഉള്ളിൽ അതിനേക്കാളും വലിയൊരു സെക്ഷൻ ഉണ്ട്. നമ്മൾ ഇലക്ട്രോണിക് സ്വിച്ചസ് ഇലക്ട്രോണിക് സ്വിച്ചസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സൈസ് കുറയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ മോസ്ഫെറ്റ് ഇതുപോലെ തന്നെ വളരെ സൈസ് കുറഞ്ഞ ഒരു ഇലക്ട്രോണിക് സ്വിച്ച് ആണ്. ആൻഡ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്വിച്ചിങ് ടൈം കുറവെന്ന് ഞാൻ പറയും. സ്വിച്ചിങ് ടൈം കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുക? ഓൺ കണ്ടീഷനിൽ നിന്ന് ഓഫ് കണ്ടീഷനിലേക്ക് പോകാനായിട്ട് എടുക്കുന്ന ടൈം കുറവാണ്. അതായത് വോൾട്ടേജ് നമ്മൾ ഓൺ കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് എന്താ, ഓൺ കണ്ടീഷനിലാണെങ്കിൽ കറണ്ട് മാക്സിമം ആയിരിക്കും, വോൾട്ടേജ് 0 ആയിരിക്കും. സിമിലർലി ഓഫ് കണ്ടീഷനിലാണെങ്കിൽ കറണ്ട് 0 ആയിരിക്കും, വോൾട്ടേജ് മാക്സിമം ആയിരിക്കും. ഈ ചേഞ്ച് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് വരുന്ന ആ ചേഞ്ചിന് എടുക്കുന്ന ടൈം മിനിമം ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിനുണ്ടാകുന്ന ലോസസും കുറവാണ്. അപ്പം സ്വിച്ച് ഓൺ ആക്കാനും ഓഫ് ആക്കാനും വേണ്ടി മാത്രം ഇപ്പൊ പെട്ടെന്ന് ചില ഡിവൈസസ്, ഇപ്പൊ നമ്മൾ ഈ പവർ ഇലക്ട്രോണിക് സ്വിച്ച് വെച്ച് കൺട്രോൾ ചെയ്യുന്ന എക്യുപ്മെന്റ് അല്ലെങ്കിൽ ആ സർക്യൂട്ട് ഏതെങ്കിലും മെഷീൻ ആകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പ് എക്യുപ്മെന്റ് ആകാം. ഏത് ടൈപ്പ് എക്യുപ്മെന്റ് ആണെങ്കിലും അത് ഓണും ഓഫും ആക്കാൻ വേണ്ടി മാത്രം നമുക്ക് അഡീഷണൽ പവർ ലോസസ് ഒന്നും വരുന്നില്ല. അപ്പൊ ഇത് അതിന്റെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യമാണ്. ഇറ്റ് കൺസ്യൂം ലെസ് പവർ ഫോർ സ്വിച്ചിങ്. ഈ ലാസ്റ്റ് ഡിസംബർ 2-ാം തീയതി ഇലക്ട്രോണിക്സുകാർക്ക് നിങ്ങളുടെ സെയിം സിലബസ് വെച്ചിട്ട്, ഇപ്പൊ ഇലക്ട്രോണിക്സുകാരുടെ പോളിടെക്നിക്കൽ ലെക്ചറിന്റെ എക്സാം ആണല്ലോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക്കലുകാരുടെ ഇലക്ട്രിക്കലിന്റെ സെയിം സിലബസിൽ വെച്ചിട്ട് ഇപ്പൊ ഡിസംബർ 2 ഒരു എക്സാം നടന്നായിരുന്നു. അപ്പൊ അതിനകത്തുള്ള ക്വസ്റ്റൻ ആയിരുന്നു ലെസ് പവർ കൺസ്യൂം ചെയ്യുന്ന പവർ ഇലക്ട്രോണിക് സ്വിച്ച്. അപ്പൊ മോസ്ഫെറ്റ് ആണ് അത്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, പല ടൈപ്പ് പവർ ഇലക്ട്രോണിക് സ്വിച്ചസ് ഉണ്ടെങ്കിൽ ഏറ്റവും കുറവ് പവർ കൺസ്യൂം ചെയ്യുന്നത് ഏതിനകത്ത് തന്നെയാണ്? മോസ്ഫെറ്റിനകത്ത് തന്നെ. ഇറ്റ് കൺസ്യൂം ലെസ് പവർ ഫോർ സ്വിച്ചിങ്. പക്ഷെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എപ്പോഴും ഓർത്തിരിക്കുക, ഇതിന് കണ്ടക്ഷൻ ലോസസ് കൂടുതലാണ്. അപ്പൊ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയ ഡിവൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന IGBT. അപ്പൊ ഈ സെക്ഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്, ബേസിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് ലെസ് പവർ കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഇറ്റ് കൺസ്യൂംസ് ലെസ് പവർ ഫോർ സ്വിച്ചിങ്. ഓക്കെ. ഇനി ഇതിന്റെ ഒരു ഈ മോസ്ഫെറ്റിന്റെ കേസിൽ ചോദിച്ചിട്ടില്ല, വേറെ ഡിവൈസിനകത്ത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മോസ്ഫെറ്റിൽ നോട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. മോസ്ഫെറ്റ് ഹാസ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഫോർ റെസിസ്റ്റൻസ്. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കൂടി വരും. ആൻഡ് ഇറ്റ് അലോ മച്ച് ഹയർ ഡെൻസിറ്റീസ്. അതായത് നമുക്ക് നിങ്ങളിപ്പം ഇലക്ട്രോണിക്സുകാരായതുകൊണ്ട് അറിയാം ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ സർക്യൂട്ട്സ് എന്താ, VLSI സർക്യൂട്ട്സ് എന്താണെന്നൊക്കെ. അങ്ങനെയുള്ള ഇന്റഗ്രേഷൻ സ്കെയിലിലേക്ക്, ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന സെമി കണ്ടക്ടർ ഡിവൈസ് ആണ് ഈ പറയുന്ന മോസ്ഫെറ്റ്. ഇറ്റ് അലോ മച്ച് ഹയർ ഡെൻസിറ്റീസ്. അതിന്റെ സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ അതിന്റെ ഡ്രെയിൻ സോഴ്സ് ഗേറ്റിലൊക്കെ നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ഹയർ ഡെൻസിറ്റീസ് അലോ ചെയ്യാനുള്ള രീതിയിലാണ് അതിന്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. ഇനി PMOSലും NMOSലും ഇത് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ PMOS NMOS തന്നെ നമുക്ക് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാട്ടോ സ്പീഡ് പറഞ്ഞു പോകുന്നത്, അതിന് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ നോക്കുന്നുണ്ട്. മോസ്ഫെറ്റിന്റെ ഫുൾ ഫോം അറിയാമല്ലോ അല്ലേ? മറ്റുള്ള ഇവൻ ഇലക്ട്രിക്കലുകാരാണെങ്കിൽ കൂടുതൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇലക്ട്രോണിക്സുകാരാണ് PMOSും NMOSും അതുപോലെ തന്നെ മോസ്ഫെറ്റും ഒക്കെ അറിയാം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് കുറച്ച് സ്പീഡിൽ ഈ സെക്ഷൻ പറഞ്ഞു പോകുന്നത്. ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മതിയല്ലോ നമുക്ക് എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഓക്കെ. ഇനി ഇതിനകത്ത് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ നമ്മള് ഈ മോസ്ഫെറ്റ് നമുക്ക് പവർ കൺസപ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മോസ്ഫെറ്റ് നമ്മൾ PMOS ടെക്നോളജിയും NMOS ടെക്നോളജിയും വെച്ച് ഉണ്ടാക്കാമെങ്കിൽ നമ്മൾ പവർ കൺസപ്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. അപ്പൊ അതൊന്നും കൂടെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ CMOS യൂസ് ചെയ്യും, അല്ലെങ്കിൽ കോംപ്ലിമെന്ററി പെയർ ആയിട്ട് ഡാർലിംഗ്ടൺ പെയർസ് ആയിട്ട് കോംപ്ലിമെന്ററി ആയിട്ട് ട്രാൻസിസ്റ്റേഴ്സ് കണക്ട് ചെയ്ത് കോംപ്ലിമെന്ററി പെയർ മോസ്ഫെറ്റുകൾ യൂസ് ചെയ്താൽ നമുക്ക് ഒന്നും കൂടെ
എന്താണ് പവർ കൺസംഷൻ കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ CMOS ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഒന്നും കൂടെ പവർ കൺസംഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഏറ്റവും കുറവ് പവർ കൺസംഷൻ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് മോസ് യൂസ് ചെയ്തിട്ടുള്ള മോസ്ഫെറ്റ് എന്ന് അങ്ങനെയാണ് ഓപ്ഷൻ. CMOS, NMOS, CMOS ആണെങ്കിൽ CMOS ആണ് കറക്റ്റ്. വേറെ കുറച്ച് ഡിവൈസസ് ഇപ്പോൾ തൈറിസ്റ്റർ, ട്രയാക്ക്, ഡയാക്ക്, മോസ്ഫെറ്റ് എന്നാണ് ഓപ്ഷൻ എങ്കിൽ നമ്മുടെ കറക്റ്റ് ആൻസർ അവിടെ മോസ്ഫെറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ആണല്ലോ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ തന്നിരിക്കുന്ന ചോയ്സ് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. അല്ലാതെ മിസ് മോസ്ഫെറ്റ് പറഞ്ഞു അതുകൊണ്ട് മോസ്ഫെറ്റ് ആൻസർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടത്തില്ല. CMOS എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ CMOS തന്നെയാണ് ആൻസർ. ഇനി ഇതിന്റെ വേറൊരു പേരാണ്, ആൻഡ് ദ നെയിം ഓഫ് മോസ്ഫെറ്റ് ഈസ് വർക്ക് ഹോഴ്സ് എന്ന് പറയും. വർക്ക് ഹോഴ്സ് ഓഫ് ഇലക്ട്രോണിക് ഇൻഡസ്ട്രി എന്ന് പറയാറുണ്ട്. ഇനി എന്താണ് ഇത് സെമി കണ്ടക്ടർ ഡിവൈസസിലെ ഏറ്റവും ഡോമിനൻ്റ് ആണ്. അനലോഗ് ആൻഡ് ഡിജിറ്റൽ സർക്യൂട്ട്സിനകത്ത് നമുക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ തന്നെ ഇതിന്റെ ലോഡ് കറണ്ട് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഇൻപുട്ടിൽ നിന്ന് കറണ്ട് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഇതിനെ കൺട്രോളിങ് അതിന്റെ വോൾട്ടേജ് വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഇതിനകത്ത് രണ്ട് ടൈപ്പ് നമുക്കറിയാം, എൻഹാൻസ്മെന്റ് ടൈപ്പ് മോസ്ഫെറ്റും ഉണ്ട്, ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റും ഉണ്ട്. ഇനി അതിനകത്ത് നമുക്ക് അതിന്റെ വർക്കിംഗ് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പോകുന്നില്ല. നമുക്ക് ഇപ്പോൾ കുറച്ച് ടൈമേ ഉള്ളതുകൊണ്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ നോക്കാം. എൻഹാൻസ്മെന്റ് ടൈപ്പ് മോസ്ഫെറ്റിലാണെങ്കിൽ നമ്മൾ ഗേറ്റ് ടെർമിനലിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് വെച്ചുകൊണ്ട് നമുക്ക് അതിന്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനാണ് പറ്റുന്നത്. കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഒരു ഓഫ് ആയിരിക്കുന്ന കണ്ടീഷനിൽ നിന്ന് നമുക്ക് ഓൺ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇനി ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റിലാണെങ്കിൽ എന്താണ്, ഗേറ്റ് ടെർമിനലിൽ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഓൺ ആയിരിക്കുന്ന കണ്ടീഷനിൽ നിന്ന് അതിന്റെ കണ്ടക്ടിവിറ്റി കുറച്ച് കൊണ്ടുവരണം, അല്ലെങ്കിൽ അതിനെ ഓഫ് കണ്ടീഷനിലേക്ക് മാറ്റാനാണ് ഈസി ആയിട്ട് പറ്റുന്നത്. ഇനി ഇതിന്റെ ഒരു ഡയഗ്രാം ആണ് ഈ വരച്ചിരിക്കുന്നത്. ഇത് അതിന്റെ വോൾട്ടേജ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നതിന് മുന്നേ ഒന്ന് രണ്ട് പോയിന്റ് കൂടെ പറയാം. ഇതിനെ മോസ്ഫെറ്റിനെ മെയിൻ ആയിട്ട് 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറയുന്നത്. അത് ഫസ്റ്റ് വൺ ഈസ് ട്രാൻസ്ഫർ ക്യാര. ട്രാൻസ്ഫർ ക്യാര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷോസ് ദ വേരിയേഷൻ ഓഫ് ഡ്രെയിൻ കറണ്ട് ഐഡി ആസ് എ ഫംഗ്ഷൻ ഓഫ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്. ഡ്രെയിൻ കറണ്ട് ഗേറ്റ് സോഴ്സ് വോൾട്ടേജിന് വേരിയേഷൻ ഉണ്ടാകുമ്പോൾ എങ്ങനെ വേരി ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഈ ട്രാൻസ്ഫർ ക്യാര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡയോഡിന്റെ PA ക്യാരക്ടറിസ്റ്റിക്സിന് സിമിലർ ആയിട്ടുള്ള ഒരു ക്യാരയാണ്. VGS ഒരു 0.6 വോൾട്ട് ഒക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു അതിന്റെ ഒരു ബ്രേക്ക് ഡൗൺ ആ ഒരു റേഞ്ചിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും കറണ്ട് വളരെ ഈസി ആയിട്ട് കൂടി പോകുന്ന രീതിയിലായിരിക്കും ഇതിന്റെ ട്രാൻസ്ഫർ ക്യാര ഇരിക്കുക. അപ്പൊ നമുക്ക് ട്രാൻസ്ഫർ ക്യാരയ്ക്കല്ല ഇമ്പോർട്ടൻസ്, നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിനാണ്. ഈ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ആക്ച്വലി a curve shows the variation of drain current ID as a function of drain source voltage VGS. VDS. Drain source voltage എന്ന് പറയുന്നത് എന്താണ്, ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് എന്ന് VDS. VDS-ഉം IDയും തമ്മിലുള്ള ഒരു ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഔട്ട്പുട്ട് ക്യാര എന്ന് പറയുന്നത്. ഇനി ഈ ഔട്ട്പുട്ട് ക്യാരയിൽ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ ഗേറ്റിൽ നമ്മൾ വോൾട്ടേജ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഡിവൈസിനെ കണ്ടക്ടിങ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഗേറ്റിൽ നമ്മൾ വോൾട്ടേജ് കൂടുതൽ കൊടുക്കുമ്പോൾ എന്താണ് അതിലൂടെ പോകുന്ന കറണ്ട് ഫ്ലോ ഇൻക്രീസ് ചെയ്യും. അപ്പൊ അത് ഓരോ വോൾട്ടേജിനും ഒരു VGS എന്ന് പറയുന്നത്, ഗേറ്റിനും സോഴ്സിനും ഇടയ്ക്ക് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ഒരു പാരാമീറ്റർ ആയിട്ട് വെച്ചുകൊണ്ട് ആ വോൾട്ടേജിന്റെ വേരിയേഷന് കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെയാണ് ID ചേഞ്ച് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു VDS. ആ പ്ലോട്ടിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെയാണ് പിന്നെ സ്വിച്ചിങ് ക്യാര. സ്വിച്ചിങ് ക്യാര എന്ന് പറയുന്നത് അതിന്റെ ഓൺ സ്റ്റേറ്റും ഉണ്ട് ഓഫ് സ്റ്റേറ്റും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ മോസ്ഫെറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഹെഡിങ് എഴുതുക, എന്നിട്ട് ഈ മൂന്ന് ക്യാരക്ടറിസ്റ്റിക്സും നോട്ട് ചെയ്യുക. എന്നിട്ട് ഇതിന്റെ ഈ മോള് വരച്ചിരിക്കുന്ന അത് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് വരച്ചെടുക്കുക കേട്ടോ. ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, എങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ പറയാം.
ഓക്കെ, വരച്ചോ, ക്യാരക്ടറിസ്റ്റിക്സ് വരച്ചോ. ഇതിന്റെ സിമ്പിൾ ഒന്നും ഇതുവരെയും ചോദിച്ചിട്ടില്ല. ടെർമിനൽ ഓർത്തിരിക്കുക, ട്രെയിന്, ഗേറ്റ്, സോഴ്സ്. കാരണം അങ്ങനത്തെ ഒത്തിരി പടം വരച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇല്ല. എന്താ ഇപ്പൊ ലാസ്റ്റ് നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനത്തെ വലിയ ഫിഗറുകൾ ക്വസ്റ്റിനകത്ത് കണ്ടിട്ടില്ല. അല്ലാതെ തന്നെ തിയറട്ടിക്കലി അവർ അല്ലെങ്കിൽ അവരത് പറയുവാണ് ചെയ്യുന്നത്. പിന്നെ വളരെ റെയർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ സിമ്പിൾ ഒന്നും ഇതുവരെ ഒരിക്കലും ചോദിച്ചു കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ N+, PA, N എന്നൊക്കെ പറഞ്ഞത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. കരിയർ കോൺസെൻട്രേഷൻ 10⁻19 ആണെങ്കിലാണ് പ്ലസ് വരുന്നത്, 10⁻13 വരുവാണെങ്കിൽ മൈനസ്, 10⁻16 ഒക്കെ ഒരു റേഞ്ചിലാണെങ്കിൽ നമ്മൾ N എന്ന് പറയും. ഇതിനകത്ത് നമ്മൾ ഒരു സബ്സ്ട്രേറ്റിലേക്ക് ഈ ഡിവൈസ് ഉണ്ടാക്കും, മോസ്ഫെറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന, ആദ്യം ഒരു സെമി കണ്ടക്ടർ സിലിക്കൺ ബാർ എടുക്കുന്നു. അതിനകത്തേക്ക് നമ്മൾ പി ടൈപ്പ് സബ്സ്ട്രേറ്റ് ആണെങ്കിൽ പി ടൈപ്പ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് N+ ഉണ്ടാക്കണമെങ്കിൽ അവിടെ വീണ്ടും നമ്മൾ N ടൈപ്പ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്ത് അതിന്റെ കോൺസെൻട്രേഷൻ കൂട്ടി N+ ആക്കി എടുക്കുമായിരുന്നു. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ആദ്യം എടുക്കുന്ന സാധനത്തിലേക്ക് പി ആക്കിയിട്ട് പിയിലേക്കാണ് നമ്മൾ അടുത്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഈ സെമി കണ്ടക്ടർ ഡിവൈസിലേക്ക് നമ്മൾ എങ്ങനെയാണോ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് P+, N+ എന്നൊക്കെ പറഞ്ഞിട്ട് മാറി മാറി വരുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ട്രെയിനിലൂടെ പോകുന്ന കറണ്ട് നമ്മൾ കൊടുക്കുന്ന ഈ വോൾട്ടേജിനനുസരിച്ച് നമുക്ക് വേരി ചെയ്യിക്കാനായിട്ട് പറ്റും. ഇപ്പൊ നിങ്ങൾ ഈ ഫിഗർ വരച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിന്റെ റീജിയൻസ് നോക്കുക. നമ്മൾ മറ്റേ ട്രാൻസിസ്റ്ററിന്റെ റീജിയൻ പറയുന്നതിനേക്കാൾ ഇതിനൊരു ഡിഫറൻസ് ഉണ്ട്. ഇതിന് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരുന്ന സെക്ഷൻ നമ്മൾ സാച്ചുറേഷൻ റീജിയൻ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു ഇവിടെ ഒരു ഡോട്ടർ ലൈൻ ഇട്ട് കാണിച്ചിരിക്കുന്നതിന് ഇപ്പുറമുള്ള സെക്ഷനെ നമ്മൾ ഓമിക് റീജിയൻ എന്നാണ് പറയുന്നത്. താഴത്തെ ലീക്കേജ് കറണ്ട് ഉള്ള സെക്ഷൻ നമ്മൾ കട്ട് ഓഫ് റീജിയൻ എന്ന് പറയുന്നത്. 3 റീജിയൻ ഓഫ് ഓപ്പറേഷൻ ആണ് ഓമിക്, സാച്ചുറേഷൻ ആൻഡ് കട്ട് ഓഫ്. അപ്പൊ നമുക്ക് ഇത് കാണുമ്പോൾ പെട്ടെന്ന് സാച്ചുറേഷൻ റീജിയൻ മാർക്ക് ചെയ്തേക്കുന്ന കാണുമ്പോൾ നമ്മൾ ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ആ റീജിയൻ നമ്മൾ ആക്റ്റീവ് റീജിയൻ എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് പ്രത്യേകം ഓർത്തിരിക്കുക. ഈ റീജിയനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ എഴുതിയെടുത്തേ, PSCയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് ക്വസ്റ്റ്യൻ പേപ്പർ ഏതാന്ന് ഞാൻ ജസ്റ്റ് നോക്കിക്കോട്ടെ. ഇത് അസിസ്റ്റന്റ് എഞ്ചിനീയർ, PWDയിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2016 നടന്ന എക്സാം ആണ്. അതിനകത്ത് വന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എങ്ങനെയാണ് ഇത് 2017 നടന്ന എക്സാം ആണ്. സോറി, 2017. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കാം. ഇൻ വിച്ച് റീജിയൻ an N-channel enhancement MOSFET is operated with VGS is equal to 0.7 volt, with VGS is equal to 0.7 volt and VDS is equal to 1 volt. VGS is equal to 0.7 volt and VDS is equal to 1 volt. Options പറയാം. First one, linear region. A, linear region. B, pinch off region. C, active region. D, saturation region. ഏത് റീജിയൻ എന്ന് പറയാമോ? അപ്പൊ ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് ക്യാരി ഒന്നും തന്നിട്ടില്ല. പക്ഷെ ക്യാരിയെ കുറിച്ചുള്ള കറക്റ്റ് ഒരു ഐഡിയ ഉള്ളവർക്ക് മാത്രമാണ് ഇത് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളോട് VDS 1 വോൾട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തുള്ള VGSന്റെ വാല്യൂ പറഞ്ഞിട്ടുണ്ട്. VGS 0.7 വോൾട്ടാണ്. അപ്പോഴുള്ള ക്യാര എന്ന് പറയുന്നത് ക്യാരയുടെ ഏത് സെക്ഷനിലായിരിക്കും അത് വരിക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇതൊരു കോൺസ്റ്റന്റ് ലെവലിലാണ് അവതരിക്കുന്നത്. VGS ഒരു പർട്ടിക്കുലർ വാല്യൂല് കീപ്പ് ചെയ്യുന്നു എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഏത് റീജിയൻ ആയിരിക്കും? ലീനിയർ റീജിയൻ ആണോ? ഇതിനകത്ത് പല റീജിയൻസ് പറഞ്ഞിട്ടുണ്ട്. ലീനിയർ, പിഞ്ച് ഓഫ്, ആക്റ്റീവ്, സാച്ചുറേഷൻ. ഇതിനകത്ത് മോസ്ഫെറ്റിന്റെ ഏത് റീജിയൻ ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ? ഇതിനകത്ത് സാച്ചുറേഷൻ റീജിയൻ മാത്രമേ ഉള്ളൂ. ആക്റ്റീവ് റീജിയൻ ഏതിന്റെ കേസിലാണ്? ട്രാൻസിസ്റ്ററിന്റെ കേസിലാണ്. അത് വേറെ ഡിവൈസ്. പിഞ്ച് ഓഫ് ഒക്കെ വരുമ്പോഴത്തേക്കാണ് UJT യുടെ കേസിലാണ് പറയുന്നത്. ലീനിയർ റീജിയൻ എന്ന് പറയുന്നത് നമ്മൾ നോക്കും ഇനി ഏത് ഡിവൈസിലാണ് ലീനിയർ റീജിയൻ. ഇപ്പൊ
ഇത് മോസ്ഫെറ്റിന്റെ ഏത് റീജിയൻ ഓപ്പറേഷൻ ആണ് ഇത് കാണിക്കുന്നത്? സാച്ചുറേഷൻ റീജിയൻ ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാരയെ കുറിച്ച് പറഞ്ഞത്. അപ്പം പിന്നെ ഈ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് കാണിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മോസ്ഫെറ്റിന്റെ സിലബസിനകത്ത് പറഞ്ഞിട്ടില്ല, എങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത് വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ്, then depends on majority carriers, unipolar device, faster switching speed, less power consumption, smaller size, then the CMOS ആണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ലോസസ് കുറയ്ക്കാൻ പറ്റും. അനദർ നെയിം വർക്ക് ഹോഴ്സ് ഓഫ് ഇലക്ട്രോണിക്. ഇതിന്റെ അനദർ നെയിം ചോദിച്ചു കണ്ടിട്ടില്ല, ഡയാക്കിന്റെ ഒക്കെ ചോദിച്ചിട്ടുണ്ട് അനദർ നെയിം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് നോക്കിയിരിക്കാന്നുള്ളത്. പിന്നെന്താണ് എൻഹാൻസ്മെന്റ് ടൈപ്പ്, ഡിപ്ലീഷൻ ടൈപ്പ്, ദെൻ 3 ക്യാരക്ടറിസ്റ്റിക്, ട്രാൻസ്ഫർ, ഔട്ട്പുട്ട് ആൻഡ് സ്വിച്ചിങ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഔട്ട്പുട്ടിന് 3 റീജിയൻ: ഓമിക് റീജിയൻ, സാച്ചുറേഷൻ റീജിയൻ, കട്ട് ഓഫ് റീജിയൻ. കട്ട് ഓഫ് റീജിയൻ എന്ന് പറയുന്നത് ഓഫ് ആയിട്ട് സ്വിച്ച് ആക്ട് ചെയ്യുന്ന റീജിയനാണ് കട്ട് ഓഫ് റീജിയൻ. ഓമിക് റീജിയൻ എന്ന് പറഞ്ഞാൽ ഓംസ് ലോ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ ലീനിയർ ആയിട്ട് നമുക്കൊരു ഇൻക്രീസ് വരുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന റീജിയനാണ് ഓമിക് റീജിയൻ എന്ന് പറയുന്നത്. സാച്ചുറേഷൻ റീജിയൻ നിങ്ങൾ ഇലക്ട്രോണിക്സ് ഇതൊക്കെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ ഉണ്ടാവും. അപ്പോൾ ഈ സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് അതിനകത്തുനിന്ന് ചോദിച്ചിരിക്കുന്നത്. ദെൻ IGBT നിന്നും ഇതുവരെയും ക്വസ്റ്റ്യൻസ് IGBTയോ ഇനി പറയുന്ന ഒരു ഡിവൈസ്, പിന്നെ എന്താ ഡയാക്കും ട്രയാക്കും ഒക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. IGBT ഒന്നും ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ചോദിക്കാൻ പാടായികയൊന്നുമില്ല. എല്ലാം പ്രത്യേകിച്ച് IGBT പറഞ്ഞിട്ടുള്ളത് കൊണ്ട് IGBT SCS ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമുക്ക് ഓരോ ഡിവൈസസും എന്താണെന്ന് നോക്കി പോകാം കേട്ടോ. നെക്സ്റ്റ് സബ് ഹെഡിങ് ആയിട്ട് എഴുതുക IGBT or insulated gate bipolar transistor. Insulated gate bipolar transistor. ഓക്കെ, ഇനി നമ്മൾ ഈ പറയുന്ന സെക്ഷനകത്തു നിന്നും പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഞാൻ നോക്കിയ സെറ്റിലൊന്നും കണ്ടില്ല. ആരെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്ക് അപ്പോൾ അതിനകത്ത് കൂടുതൽ നോക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് നമുക്ക് സാധാരണ തിയറി സെക്ഷൻസ് ആണ് കാണുന്നത്, അത് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. So it's an insulated gate bipolar transistor. And it's a 3-terminal device. It's 3-terminal device. IGBT is a 3-terminal device. ഏതൊക്കെയാണ് ടെർമിനൽസ്? കളക്ടർ, എമിറ്റർ ആൻഡ് ഗേറ്റ്. കളക്ടർ, എമിറ്റർ ആൻഡ് ഗേറ്റ്. അപ്പൊ IGBT എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്ന് ഒരു ട്രാൻസിസ്റ്ററും ആണ് മോസ്ഫെറ്റും ആണ്. അപ്പൊ ട്രാൻസിസ്റ്ററിന്റെ മോസ്ഫെറ്റിന്റെ ഇഫക്റ്റുകൾ കമ്പൈൻ ചെയ്ത് വരും. ഇപ്പൊ ട്രാൻസിസ്റ്റർ എന്താണ്? എമിറ്റർ, കളക്ടർ, ബേസ് ആയിരുന്നുണ്ട്. പക്ഷെ മോസ്ഫെറ്റ് ആയപ്പോൾ നമ്മൾ എങ്ങനെയാ പറയുന്നത്? ആനോഡ്, കാഥോഡ്, ഗേറ്റ് അല്ലെ? അല്ലെങ്കിൽ സോറി, ഡ്രെയിൻ സോഴ്സ് ആൻഡ് ഗേറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ വരുമ്പോൾ നമ്മൾ ഈ ട്രാൻസിസ്റ്ററിനെ ഒന്ന് മോഡിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ട്രാൻസിസ്റ്ററിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടി മോസ്ഫെറ്റിന്റെ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ വരാൻ പാകത്തിനാണ് ഡിവൈസ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ എമിറ്ററും കളക്ടറും അതുപോലെ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് ബേസിനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് നമ്മുടെ കൺട്രോളിൽ വർക്ക് ചെയ്യാവുന്ന പോലെ ഡിവൈസ്, അതായത് ഗേറ്റ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, IGBT is a 3-terminal device, collector, emitter and gate. Okay, terminals. It's also an voltage controlled device. അപ്പോൾ നമ്മൾ പറഞ്ഞ MOSFET voltage controlled device ആണ്. IGBT എന്താണ്? voltage controlled device ആണ്. ഇനി ഇതിന്റെ സ്വിച്ചിങ് ആൻഡ് കണ്ടക്ഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ആർ സിമിലർ ടു ദാറ്റ് ഓഫ് BJT. നമ്മളിപ്പോൾ ഒരു സാധാരണ ട്രാൻസിസ്റ്റർ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്, സ്വിച്ച് ആയിട്ട് കണ്ടക്ഷൻ റീജിയനിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അതേ സെയിം ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് IGBT ഓഫർ ചെയ്യുന്നത്. പക്ഷേ ഇതിന് അഡീഷണൽ ആയിട്ട് എന്താണ് ബെനിഫിറ്റ്സ് എന്നുള്ളത്? ഇപ്പം മോസ്ഫെറ്റിന്റെ ഒരു ബെനിഫിറ്റ് നമ്മൾ പറഞ്ഞു, പവർ ലോസ് കുറവാണ്. ആ പവർ ലോസ് ഇതിന്റെ കേസിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി ഇത് അഡീഷണൽ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ആംപ്ലിഫിക്കേഷൻ പർപ്പസിനായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ IGBT പവർ ഇലക്ട്രോണിക്സ് സൈഡിൽ നോക്കുമ്പോൾ ഇറ്റ്സ് പ്യൂർലി സ്വിച്ച്. നമ്മൾ ഇതിന് ആംപ്ലിഫയർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ പവർ ഗെയിൻ നമ്മൾ ഈ പറഞ്ഞ മോസ്ഫെറ്റിനേക്കാളും BJTനേക്കാളും നമുക്ക് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ വോൾട്ടേജ് ഓപ്പറേഷൻ, ഹൈ വോൾട്ടേജ് കൂടിയ റേഞ്ചിൽ നമുക്ക് കുറച്ചും കൂടെ ഹീറ്റ് സിങ്ക് ഒക്കെ വെച്ചുകൊണ്ട് മോസ്ഫെറ്റ് അല്ലെങ്കിൽ BJT ഒക്കെ വിസ്റ്റാൻഡ് ചെയ്യുന്നതിനേക്കാളും ഹൈ വോൾട്ടേജ് വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇതിനുണ്ട്. അപ്പൊ അത് നോട്ട് ചെയ്യാം. ഇറ്റ് ഹാസ് ഹയർ വോൾട്ടേജ് ഓപ്പറേഷൻസ് ആൻഡ് ലോവർ ഇൻപുട്ട് ലോസ്. വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണ്, പവർ ഗെയിൻ കൂടുതലാണ്, അതുപോലെ തന്നെ വോൾട്ടേജ് നമുക്ക് റേഞ്ച് കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റും. ഇനി അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇറ്റ്സ് യൂണി ഡയറക്ഷണൽ ഡിവൈസ്. ഒരു ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ഉള്ളൂ, ബൈ ഡയറക്ഷണൽ ഡിവൈസ് അല്ല.
ദെൻ നമുക്കിതിനെ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് ഗേറ്റ് ടെർമിനലിലേക്ക് ഒരു പോസിറ്റീവ് പൾസ് കൊടുത്താൽ മതി, നമുക്ക് ഡിവൈസിനെ ഓൺ ആക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓഫ് ആക്കാൻ വേണ്ടിയിട്ട്, ഓഫ് ആക്കണമെങ്കിൽ നമ്മളിപ്പോൾ SCR പഠിച്ചു. SCRനെ നമ്മൾ എങ്ങനെ ഓഫ് ആക്കുന്നത്? ഓഫ് ആക്കണമെങ്കിൽ നമ്മൾ ഹോൾഡിംഗ് കറണ്ടിന്റെ താഴേക്കുള്ള കറണ്ടിലേക്ക് വരണം. ഇവിടെ നമ്മൾ അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് വേണ്ട, പകരം തന്നെ ഗേറ്റിൽ കൊടുത്തിരിക്കുന്ന സിഗ്നൽ വോൾട്ടേജ് നമ്മളൊന്ന് റിമൂവ് ചെയ്യുക. ഒന്ന് 0 ആക്കിയാൽ തന്നെ ഡിവൈസിനെ നമുക്ക് ഓഫ് ആക്കാൻ, സ്വിച്ചിനെ നമുക്ക് ഓഫ് ആക്കാൻ പറ്റും. പിന്നെ ചില പർട്ടിക്കുലർ കേസിൽ ചിലപ്പോൾ 0 ആക്കിയാൽ പോരായിരിക്കും, നമുക്ക് നെഗറ്റീവ് സൈഡിലേക്ക് കൊണ്ടുവരും. ഇപ്പം നമുക്കൊരു പ്ലസ് ഓർ മൈനസ് സപ്ലൈ അവൈലബിൾ ആയിട്ടുള്ള ഒരു DC പവർ സപ്ലൈ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ ഡിവൈസിനെ ഓണും ഓഫും ആക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ ട്രിഗർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതിനെ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കാൻ വേണ്ടിയിട്ട്, ഗേറ്റിനെ ഒന്ന് ഓൺ ആക്കാൻ വേണ്ടി നമുക്ക് എന്താണ് ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പൾസസ് കിട്ടുന്ന, അല്ലെങ്കിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റേഞ്ച് കിട്ടുന്ന ഒരു DC സപ്ലൈ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇതിനെ ഓണും ഓഫും ആക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. 3 terminal device, collector, emitter, gate, then voltage controller device, on by applying positive pulse to gate and off by making gate signal equal to 0 or negative. It's also a unidirectional device. അപ്പോൾ ഇതിൻ്റെ സിമ്പിളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. കളക്ടർ, എമിറ്ററും ഗേറ്റും ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇൻസുലേറ്റഡ് ഗേറ്റ് ആയതുകൊണ്ടാണ് ട്രാൻസിസ്റ്ററിൻ്റെ അവിടുന്ന് ഗേറ്റ് മാറിയിരിക്കുന്നത് പോലെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് ബാക്കി ഇപ്പോൾ ഇതിന്റെ സർക്യൂട്ട് സിമ്പിൾ ഒന്നും നിങ്ങൾക്ക് അറിഞ്ഞ് ഇൻസുലേറ്റഡ് ഗേറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായാൽ മതി. പക്ഷെ ഇതിന്റെ റീജിയൻ ഓഫ് ഓപ്പറേഷൻ എഗെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ റീജിയൻ ഓഫ് ഓപ്പറേഷൻസിന് നമ്മൾ മെയിൻ ആയിട്ട് ഫുള്ളി ഓഫ് റീജിയൻ, ഫുള്ളി ഓൺ റീജിയൻ, ആക്റ്റീവ് റീജിയൻ, ഇങ്ങനെ മൂന്നായിട്ടാണ് ക്ലാസ് ചെയ്തിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞായിരുന്നു ഇതിന്റെ സ്വിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് എന്തിനോട് സിമിലർ ആണെന്നാണ് പറഞ്ഞത്? സിമിലർ ടു ദാറ്റ് ഓഫ് BJT സിമിലർ ആണ്. അപ്പം BJTയുടെ അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ്, അതിന്റെ റീജിയൻസ് തന്നെയാണ് ഇവിടെ വരിക. ഫുള്ളി ഓൺ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ റീജിയനെ സാച്ചുറേഷൻ റീജിയൻ അല്ലെങ്കിൽ നമുക്ക് ലീനിയർ റീജിയൻ എന്ന് പറയും. കാരണം സാച്ചുറേഷൻ എന്നുള്ളത് മോസ്ഫെറ്റുമായിട്ട് നമ്മളൊന്ന് എന്താ പറയുക ഒരു നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുള്ളി ഓൺ റീജിയനിൽ IGBTയുടെ കേസ് നമ്മൾ പറയുന്ന പേരാണ് ലീനിയർ റീജിയൻ. ഫുള്ളി ഓഫ് റീജിയന് നമ്മൾ കട്ട് ഓഫ് റീജിയൻ എന്ന് തന്നെ പറയും. ദെൻ അതിന്റെ സ്ട്രെയിറ്റ് ലൈൻ വരുന്ന സെക്ഷനെ നമ്മൾ ആക്റ്റീവ് റീജിയൻ എന്ന് പറയും. അപ്പോൾ അതിന്റെ 3 റീജിയൻ: ഫുള്ളി ഓൺ ഓർ ലീനിയർ റീജിയൻ, ആക്റ്റീവ് റീജിയൻ ആൻഡ് ഫുള്ളി ഓഫ് റീജിയൻ. അപ്പോൾ നിങ്ങൾ ആ റീജിയൻസിന്റെ പേരൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫിഗർ കാണിക്കുകയും പറയുകയും ചെയ്യുന്നത്. നമുക്ക് ഗേറ്റ് ടു എമിറ്റർ വോൾട്ടേജ് വേരി ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് കണ്ടക്ഷൻ ലെവൽ അല്ലെങ്കിൽ കറണ്ടിന്റെ ഫ്ലോ നമ്മൾ കൂട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഔട്ട്പുട്ട് കറണ്ട് ഏതാണ്? കളക്ടറിലൂടെ പോകുന്ന കറണ്ട് തന്നെയാണ്, IC ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് നിന്ന് കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് VC ആണ്. കോമൺ എമിറ്ററിൽ നമ്മൾ എങ്ങനെയാണോ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുക, അവിടെ നമ്മൾ ബേസ് എന്ന് പറഞ്ഞാൽ ഓർക്കുന്നതിന് പകരം ഇവിടെ നമ്മൾ എടുക്കുന്നത് ഗേറ്റ് ടെർമിനലാണെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ വോൾട്ടേജുകളെല്ലാം VCE, VGE എന്ന് പറഞ്ഞ് വരുന്നു മാത്രം. ഓക്കെ, അപ്പം നമ്മൾ ആ 3 റീജിയൻ ഓഫ് ഓപ്പറേഷൻ ഓർക്കുക: ലീനിയർ റീജിയൻ, ആക്റ്റീവ് റീജിയൻ, കട്ട് ഓഫ് റീജിയൻ. ലീനിയർ റീജിയൻ മീൻസ് ഫുള്ളി ഓൺ റീജിയൻ. ആക്റ്റീവ് റീജിയൻ എന്ന് പറയുന്നത് നമ്മൾ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ആക്റ്റീവ് റീജിയൻ യൂസ് ചെയ്യുന്നുള്ളൂ. ശരിക്കും പവർ ഇലക്ട്രോണിക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ ആക്റ്റീവ് റീജിയൻ ഒരു ഇമ്പോർട്ടൻസും ഇല്ല. ഫുള്ളി ഓൺ, ഫുള്ളി ഓഫ്, ഈ 2 കണ്ടീഷൻസിന് ഇമ്പോർട്ടൻസ് ഉള്ളൂ. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഈ മോസ്ഫെറ്റിനെ കുറിച്ച് ആ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നതുകൊണ്ടാണ് ഈ റീജിയനെ നിങ്ങൾ നോക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞു. ഇതാണ് നമുക്ക് IGBTയെ കുറിച്ച് മെയിൻ ആയിട്ട് പറയാനുള്ളത്. വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണ്, യൂണി ഡയറക്ഷണൽ ഡിവൈസ് ആണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. കളക്ടർ, എമിറ്റർ, ഗേറ്റ് ഇങ്ങനെയുള്ളതുണ്ട്. അപ്പോൾ സാധാരണ ചോദിക്കാറുള്ള ഇപ്പൊ IGBT ചോദിച്ചിട്ടില്ലെങ്കിലും വേറെ ഡിവൈസിന് ചോദിക്കുന്നതാണ് എന്ത് ടൈപ്പ് കറണ്ട് കൺട്രോൾഡ് ഡിവൈസ് ആണോ വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണോ. അപ്പോൾ IGBT വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണ്, യൂണി ഡയറക്ഷണൽ ഡിവൈസ് ആണ്. അതൊക്കെ ഓർത്തിരിക്കുക. അപ്പോൾ ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക, പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് പെട്ടെന്നൊന്ന് നോക്കാൻ. ജസ്റ്റ് ലാസ്റ്റ് റിവൈസ് ചെയ്യുമ്പോൾ ഒന്ന് മറിച്ച് നോക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ സമയത്ത് മറിച്ച് നോക്കുവാണെങ്കിൽ അന്നേരം ഒന്ന് നോക്കിയിട്ട് പോകാമെങ്കിൽ എളുപ്പമായിരിക്കും എന്ന് തോന്നുന്നു. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ക്വസ്റ്റ്യൻ ഒരു ഡൗട്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ക്വസ്റ്റ്യൻ ആണ്, മാക്സിമം സ്വിച്ചിങ് സ്പീഡ് ഉള്ളത് ഏത് ഡിവൈസിനാണ്? SCR തന്നിട്ടുണ്ട്, പവർ മോസ്ഫെറ്റ് തന്നിട്ടുണ്ട്, IGBT ഉണ്ട്, ഡയാക്ക് ഉണ്ട്. പവർ മോസ്ഫെറ്റ് ആൻസർ അതല്ലേ? നമ്മളതല്ലേ പറഞ്ഞേ ആദ്യമേ മോസ്ഫെറ്റ് പറഞ്ഞപ്പോ സ്പീഡ് കൂടുതലാന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ പവർ മോസ്ഫെറ്റ് തന്നെയല്ലേ?
മോസ്ഫെറ്റ് തന്നെ. അത് ഞാൻ ഒരു ടേബിൾ ആയിട്ട് കാണിക്കാം നിങ്ങൾക്ക് അവസാനം. ഇപ്പൊ ഞാൻ എല്ലാ ഡിവൈസും പറയാത്തത് കൊണ്ടാണ് ഞാൻ അതെടുക്കാത്തത്. ഓരോ ഡിവൈസും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പം പവർ മോസ്ഫെറ്റിന്റെ അതേ റേഞ്ചിലേക്ക് തന്നെ സ്വിച്ചിങ് സ്പീഡ് IGBTക്കും കൊണ്ടുവരാം. പക്ഷെ അതിന് കുറച്ചൊരു വേരിയേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ അതുകൊണ്ട് കുറച്ച് എങ്കിലും സ്വിച്ചിങ് സ്പീഡ് കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പ്രിഫർ ചെയ്യുക മോസ്ഫെറ്റ് തന്നെയാണ്. ഓക്കെ, ഹലോ, ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ ക്ലിയർ ആയി. അപ്പൊ ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ഡിവൈസ് എന്ന് പറയുന്നത് ഇറ്റ്സ് യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ഓർ UJT. ഈ UJT എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞതുപോലെ ഒരു സ്വിച്ച് ആയിട്ട് അങ്ങനെ അത് ആക്ട് ചെയ്യുന്നില്ല. അത് ആക്ട് ചെയ്യുന്ന എന്തിനാ? UJT നമ്മൾ ശരിക്കും പവർട്രോണിക് സൈഡിൽ ശരിക്കും ഇതൊരു കൺട്രോൾഡ് സ്വിച്ച് തന്നെയാണ്. നമ്മുടെ കൺട്രോൾ ചെയ്ത് നമുക്ക് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും. പക്ഷെ നമ്മൾ ഈ കൺട്രോൾഡ് സ്വിച്ച് വെച്ചുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു ഡിവൈസിനെ, അതായത് ഇപ്പോൾ ഒരു മോട്ടറിനെയോ അല്ലെങ്കിൽ ഒരു ഫർണസിനെയോ അതിനെയൊന്നും നമ്മൾ ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നില്ല. UJT ആക്ച്വലി യൂസ് ചെയ്യുന്നത് പവർട്രോണിക് സൈഡിൽ യൂസ് ചെയ്യുന്നത് ഈ പവർട്രോണിക് ഡിവൈസസ് ഉണ്ടല്ലോ, IGBT, മോസ്ഫെറ്റ് അല്ലെങ്കിൽ സ്വിച്ചുകളുണ്ടല്ലോ, ആ സ്വിച്ചിന്റെ ട്രിഗറിങ്, അതിന്റെ ഗേറ്റ് ടെർമിനലിലേക്ക് ഒരു സപ്ലൈ കൊടുക്കുന്നത് ഓൺ ഓഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? UJT യൂസ് ചെയ്യുക. UJT ട്രിഗേർഡ് SCR എന്ന് പറയുന്ന, നിങ്ങൾ കേട്ടിട്ടുണ്ടോ UJT ട്രിഗറിങ് യൂസ് ചെയ്തു എന്ന്? അപ്പൊ UJT യൂസ് ചെയ്യുന്നത് ട്രിഗറിങ്ങിന് വേണ്ടിയിട്ടാണ്. പക്ഷെ പ്രീ റണ്ണിങ് ഓസിലേറ്റർ ആയിട്ട് സാധാ ഇലക്ട്രോണിക്സ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ എന്താണ്, ഈ പവർട്രോണിക് സൈഡിൽ യൂസ് ചെയ്യുന്നതാണ് വൈഡ്ലി യൂസ്ഡ് ഫോർ ട്രിഗറിങ് SCR ആൻഡ് ട്രയാക് SCR ഒക്കെ ട്രിഗർ ചെയ്യുന്നത്. ട്രയാക് SCR ആണെന്നില്ല, ഏത് സ്വിച്ച് ഡയറക്റ്റ് ഫാമിലുള്ള ഏത് സ്വിച്ചും നമുക്ക് ഓൺ ഓഫ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് UJT യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതും എന്താണ്, ഒരു കൺട്രോൾഡ് വെച്ചുകൊണ്ട് ഒരു കൺട്രോൾ, അതായത് കറണ്ട് ബേസ് ചെയ്തിട്ടുള്ള കൺട്രോൾ ആണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പൊ ഇതിനകത്തൊരു ഒരു പർട്ടിക്കുലർ ഒരു പീക്ക് പോയിന്റ് എത്തുമ്പോൾ അതിന് അത് കറണ്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ആദ്യമേ ജസ്റ്റ് കറണ്ട് ഇൻക്രീസ് ചെയ്ത് പോകും. അത് കഴിഞ്ഞിട്ട് ഒരു മാക്സിമം ഒരു റീജിയൻ ഉണ്ട്, ആ മാക്സിമം പീക്ക് പോയിന്റ് അവിടെ വരുമ്പോൾ വീണ്ടും എന്താണ് കറണ്ട് റെഡ്യൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിനകത്ത് രണ്ട് ജംഗ്ഷൻസ് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്, അവിടെ നമ്മൾ വാലി പോയിന്റ് എന്ന് പറയും. അത് കഴിയുമ്പോൾ വീണ്ടും എന്താണ് ആ ഫുള്ളി കണ്ടക്ഷൻ മോഡിലേക്ക് അല്ലെങ്കിൽ സാച്ചുറേഷൻ റീജിയനിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ റീജിയൻ ഓഫ് ഓപ്പറേഷൻസ് ഒന്നും ഇതുവരെയും ചോദിച്ചു കണ്ടിട്ടില്ല. ആകെപ്പാടെ UJT യൂസ് ചെയ്യുന്ന എന്താണ്, ട്രിഗറിങ് സർക്യൂട്ട്സിനാണ്. അതാണ് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന വാലി പോയിന്റ്, പീക്ക് പോയിന്റ്, പിഞ്ച് ഓഫ് റീജിയൻ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് ഓർത്തുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിനകത്ത് പവർട്രോണിക് സൈഡിൽ നിന്ന് ഇതുവരെ ഒരു ക്വസ്റ്റ്യൻ അതിനകത്തൊന്നും കണ്ടിട്ടില്ല. സാധാ ഇലക്ട്രോണിക്സ് നിങ്ങൾ പഠിക്കുന്നതാണല്ലോ. ബാക്കി ഇതിനകത്ത് പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡബിൾ ബേസ് ഡയോഡ് എന്ന് പറയുന്നത്. ഇതിന്റെ വേറെ പേരാണ് ഞാൻ പറഞ്ഞിട്ട്, വർക്ക് കോഴ്സ് ഓഫ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് പോലെ തന്നെ UJTയുടെ വേറെ പേര് ചോദിച്ചു കണ്ടിട്ടുണ്ട്. എന്തോ SSCയുടെ എക്സാമിന് എന്തോ ഡബിൾ ബേസ് ഡയോഡ് എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിന്റെ കുറിച്ച് നോക്കാം. ഇറ്റ്സ് എ 3 ടെർമിനൽ ഡിവൈസ്. അഗൈൻ ഇറ്റ്സ് എ 3 ടെർമിനൽ ഡിവൈസ്, എമിറ്റർ, ബേസ് 1 ആൻഡ് ബേസ് 2. ഇതിന്റെ ഒരു ഇതുവരെ നമ്മൾ പറഞ്ഞ ഡിവൈസ് ഉണ്ടല്ലോ, മോസ്ഫെറ്റ് ആണെങ്കിലും IGBT ആണെങ്കിലും തൈറോസ്റ്റർ ആണെങ്കിലും മൾട്ടിപ്പിൾ ജംഗ്ഷൻസ് ഉണ്ട്, J1, J2, J3. ഈവൻ ട്രാൻസിസ്റ്റർ ആണെങ്കിലും 2 ജംഗ്ഷൻ ഉണ്ട്, J1, J2, 2 ജംഗ്ഷൻ ഉണ്ട്. ഇവിടെ വരുമ്പം യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ പേരുള്ളത് പോലെ എന്താണ്, ഇതിനൊരു സിംഗിൾ ജംഗ്ഷൻ മാത്രമേ ഉള്ളൂ. അതാണ് വേറൊരു ഇമ്പോർട്ടൻസ്. എമിറ്ററും 2 ബേസുകളും ഉണ്ടെങ്കിലും എമിറ്ററും ബേസ് എടുക്കുന്ന നമ്മൾ ഒരേ സബ്സ്ട്രേറ്റിന്റെ 2 പാർട്ട്